റഷ്യയുമായി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ രാജ്യമായ നോർവേ. യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ സൈന്യത്തിനും പൗരന്മാരുടെ വാഹനങ്ങൾ, ബോട്ടുകൾ, മറ്റ് സ്വത്തുക്കളും പിടിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെ 13,000 പൗരന്മാർക്കാണ് ഈ സന്ദേശം കൈമാറിയിരിക്കുന്നത്. യുദ്ധസമയത്ത് രാജ്യത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടിവരുന്ന വസ്തുക്കൾ സായുധ സേനയ്ക്ക് ലഭ്യമാക്കുന്നത് ഉറപ്പാക്കാനാണ് ഈ സന്ദേശത്തോടെ തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നോർവീജിയൻ സൈന്യം പറയുന്നു. ഇപ്പോൾ കൈമാറിയ സന്ദേശത്തിന് 1 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. മുമ്പും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ സൈന്യം കൈമാറിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഗുരുതരമായ സുരക്ഷാ വെല്ലുവിളികളാണ് നോർവേ അഭിമുഖീകരിക്കുന്നതെന്നും യുദ്ധത്തിന് തയ്യാറാകേണ്ട സാഹചര്യം അടുത്തിടെ ഗണ്യമായി വർദ്ധിച്ചുവെന്നും ആയതിനാൽ വലിയ ശേഖരണം നടത്താൻ തയ്യാറെടുക്കണമെന്നും സൈന്യത്തിലെ ലോജിസ്റ്റിക് ഓർഗനൈസേഷൻ മേധാവി ആൻഡ്രിയോസ് ജെൻബർഗ് പറഞ്ഞു. ആർട്ടിക് മേഖലയിൽ തന്ത്രപരമായ സ്ഥാനമാണ് നോർവേക്കുള്ളത്. ഇവിടെ റഷ്യയുമായി സമുദ്ര അതിർത്തിയും കര അതിർത്തിയും പങ്കിടുന്നു. ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും സാന്നിധ്യം വിപുലീകരിക്കാൻ പദ്ധതിയിട്ടതാണെന്ന് നാറ്റോ അംഗം കൂടിയായ നോർവേയുടെ ആശങ്ക കൂട്ടുന്നത്. അതേസമയം നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നോർവേ ഭരണകൂടത്തിന് പങ്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വ്യക്തമാക്കി നോർവീജിയൻ പ്രധാനമന്ത്രി ജൊനാസ് ഗാർ സ്റ്റോർ. നോർവേയിലെ രാഷ്ട്രീയ അധികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് സമ്മാനം നൽകുന്നതെന്നും തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച ഉച്ചയോടെ ട്രംപിൽ നിന്ന് തനിക്കൊരു സന്ദേശം ലഭിച്ചതായും സ്റ്റോർ സ്ഥിരീകരിച്ചു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള തന്റെ നീക്കം നൊബേൽ സമാധാന സമ്മാനം ലഭിക്കാത്തതിനുള്ള നിരാശയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ട്രംപ് ടെക്സ്റ്റ് സന്ദേശത്തിൽ പറഞ്ഞതായി സ്റ്റോർ വ്യക്തമാക്കിയിരിക്കുന്നത്. നൊബേൽ സമ്മാനം സ്വതന്ത്രമായ ഒരു നൊബേൽ കമ്മിറ്റിയാണ് നൽകുന്നതെന്നും നോർവേജിയൻ ഗവൺമെന്റ് അല്ല എന്നും പ്രസിഡന്റ് ട്രംപ് അടക്കമുള്ളവരോട് താൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു. നോർവേ, ഫിൻലാൻഡ്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ തർക്കത്തെ തുടർന്ന് US തീരുവ വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് താനും ഫിൻലാൻഡ് പ്രസിഡന്റും ട്രംപിനെ ബന്ധപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദേശം ലഭിച്ചതെന്നും നോർവീജിയൻ പ്രധാനമന്ത്രി പറയുന്നു. ട്രംപിന് അയച്ച സന്ദേശത്തിൽ സ്കാൻഡിനേവിയൻ നേതാക്കൾ സംഘർഷം ലഘൂകരിക്കാൻ അഭ്യർത്ഥിക്കുകയും തീരുവ ഭീഷണികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപുമായി ഫോണിൽ നിർദ്ദേശിക്കുകയും ചെയ്തതായി സ്റ്റോർ പറയുന്നു. ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ വിഷയത്തിൽ നോർവേ ഡെൻമാർക്കിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അദ്ദേഹം വ്യക്തമാക്കി. ആർട്ടിക് മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാൻ നാറ്റോ ഉത്തരവാദിത്തത്തോടെ നടപടികൾ സ്വീകരിക്കുന്നതിനെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, സ്റ്റോർ കൂട്ടിച്ചേർത്തു. 8 യുദ്ധങ്ങൾ നിർത്തലാക്കിയതിന് നൊബേൽ സമാധാന സമ്മാനം നൽകാതിരിക്കാൻ നിങ്ങളുടെ രാജ്യം തീരുമാനിച്ചതിനാലും ഞാൻ ഇനി സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും US നല്ലതും ശരിയതുമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ട്രംപ് അയച്ച സന്ദേശം ഇത്തരത്തിലായിരുന്നു. ഫെബ്രുവരി 1 മുതൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, നെതർലാൻഡ്, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തുമെന്നും ഗ്രീൻലാൻഡ് വിഷയത്തിൽ US അനുകൂലമായ ഉടമ്പടിക്കില്ല എന്നും ജൂൺ 1 മുതൽ നിരക്ക് 25% ഉയർത്തുമെന്നും ശനിയാഴ്ച ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കാനഡ, ഗ്രീൻലാൻഡ്, വെനിസുല എന്നിവ അമേരിക്കൻ പ്രദേശത്തിന്റെ ഭാഗമായി കാണിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഒരു കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഭൂപടം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പങ്കിട്ടു. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത ചിത്രം US പ്രസിഡന്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ്. പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയ്ക്കായി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള വാഷിംഗ്ടണിന്റെ പദ്ധതിയെ ചൊല്ലി അന്താരാഷ്ട്ര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി വാഷിംഗ്ടൺ നയിക്കുന്ന സമാധാന ബോർഡിൽ ചേരാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിസമ്മതിച്ചതിനെ തുടർന്ന് ഫ്രഞ്ച് വൈനുകൾക്കും ഷാമ്പെയിനുകൾക്കും 200% തീരുവ ചുമത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഏറ്റവും പുതിയ ഭീഷണിയായി മുഴക്കി. ഗ്രീൻലാൻഡുമായുള്ള പരമാധികാരം പിടിച്ചെടുക്കാനുള്ള US പ്രസിഡന്റിന്റെ ശ്രമങ്ങൾ തുടരവെയാണ് നോർവേയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെന്നും ശ്രദ്ധേയമാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ പിന്തുണ നൽകാത്ത രാജ്യങ്ങൾക്ക് US ഏർപ്പെടുത്തിയ താരിഫിൽ ഉൾപ്പെടെ 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നോർവേയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.